നന്മയുള്ളവരും നന്മയുള്ള ബന്ധങ്ങളും നന്മയുള്ള സിനിമയുമാണ്. പൂർണിമയുടെ ശരിക്കും മദർ ടങ്ക് തമിഴല്ലേ? നമ്മളെന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ലല്ലോ. ദേശം എനിക്ക് എപ്പോഴും കണ്ണുനീരിലൂടെയാണ് വരുന്നത്. കാലാപാനി ഐ തിങ്ക് ഐ എം ഹാപ്പി ഇറ്റ് ജസ്റ്റ് കെയിം മൈ വേ. ക്യാരക്ടർ ഡസന്റ് ഹാവ് എനിത്തിങ് ടു കോൺട്രിബ്യൂട്ട് ഇൻ സിനിമ. വാട്ട് വുഡ് യു ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് എ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ചിന്തയാണ് ഇപ്പോഴത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ. മലയാള സിനിമയിൽ സ്ത്രീകളെ കാണാൻ ഇല്ല എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് എന്തൊക്കെ നമ്മളിപ്പോൾ ഒരിക്കലും കഥാപാത്രത്തെ ജഡ്ജ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നാൽ പോലും നമ്മളൊരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ അത് വന്നു പോകും. അപ്പം ഈ ഓഡിയൻസിനെ ഈ മാറ്റത്തെ പൂർണിമ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? നമ്മൾ ആ കഥാപാത്രത്തിൽ ഇറങ്ങി നിന്ന് ഞാനായി നിന്ന കഥാപാത്രത്തിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് എൻ്റെ തലയ്ക്കകത്ത് കുറേ ചോദ്യങ്ങൾ വരുന്നത്. നമസ്കാരം. ഒരു കട്ടിൽ ഒരു മുറി, പൂർണിമ ഇന്ദ്രജിത്താണ് നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം പൂർണിമ. താങ്ക് യു ഷീബ. നമസ്കാരം. എന്താ വിശേഷം? നല്ല വിശേഷം. ദുബായ് വിശേഷം. നല്ല ചൂടൊക്കെ മാറിയെന്ന് വിചാരിച്ചതാണ്, പക്ഷെ ഇല്ല. ഒരു കട്ടിൽ ഒരു മുറി, അക്കമ്മ എന്ന കഥാപാത്രം എന്താ, ആരാണ് അക്കമ്മ? അക്കമ്മയുടെ ഒരു ഇമോഷണൽ യൂണീക്ക് ആർക്ക് എന്താണ്? അക്കമ്മ തമിഴ് ഭാഷയെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന, നൃത്തത്തെ സ്നേഹിക്കുന്ന, മനുഷ്യബന്ധങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു സ്ത്രീയാണ്. അക്കമ്മയുടെ ഇമോഷണൽ ആർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അതാദ്യമായി അതൊരു നമുക്ക് അവർക്കൊരു ഇമോഷണൽ ആർക്ക് ഉണ്ട് എന്ന് നമുക്ക് അവരുടെ കഥാപാത്രങ്ങളിലൂടെ, അവരുടെ കണ്ണിലൂടെ മനസ്സിലാക്കാൻ പറ്റിയാൽ അത് ഒരു ആക്ടർ എന്ന രീതിയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എക്നോളജ്മെൻ്റ് ആയിരിക്കും. കാരണം അത് ആ സിനിമയുടെ ഞാനത് ഇവിടെ എടുത്ത് പറഞ്ഞു പോയാൽ സിനിമയിൽ കുറേ കാര്യങ്ങൾ ഞാൻ തുറന്ന് പറയുന്ന പോലെ ആയിപ്പോവും. പക്ഷേ ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ അക്കമ്മയുടെ കണ്ണിലൂടെ നിങ്ങൾക്ക് അവരുടെ ഒരു വൈകാരിക യാത്ര കാണാൻ പറ്റിയാൽ സ്വാഭാവികമായിട്ടും അവരുടെ ഇമോഷണൽ ആർക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഫിലിം നിങ്ങൾക്ക് കിട്ടും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. എനിക്ക് നമ്മളെല്ലാവരുടെയും ഇടയിൽ നമ്മൾ പരിചയപ്പെട്ടു പോയിട്ടുണ്ടാകും പല അക്കമ്മമാരെയും നമ്മളുടെ ജീവിതത്തിൽ. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി അറിഞ്ഞോ അറിയാതെ വന്ന് പോയിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഭൂരിപക്ഷവും ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിപ്പോൾ മൂത്താശാരിയായ വിജയരാഘവൻ ചേട്ടനാണെങ്കിലും, മധുമിയ എന്ന കഥാപാത്രം അഭിനയിച്ച പ്രിയമതിയാണെങ്കിലും, അക്കമ്മയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ നമ്മൾ കണ്ടുമറന്ന കഥാപാത്രങ്ങൾ ആയിട്ട് നമുക്ക് തോന്നും. ഈ നമ്മളൊരു കഥാപാത്രത്തെ ഉൾക്കൊള്ളുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാവും. എസ്പെഷ്യലി ഒരു ഇമോഷണൽ കണക്ഷൻ നമ്മളുടെ ഒരു ക്യാരക്ടറുമായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു പേഴ്സണെ കണക്ട് ചെയ്യുമല്ലോ. ഇപ്പം പൂർണിമ എന്ന് പറയുന്ന ഒരു അഭിനേത്രി, പൂർണിമ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഇത് രണ്ടും വ്യത്യസ്തമാണ്. അപ്പം ഈ ക്യാരക്ടറിൽ എങ്ങനെയാണ് ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുത്തത്? എങ്ങനെയാണ് അക്കമ്മയിൽ? അത് ഏതൊരു ആക്ടറിൻ്റെയും ഇൻഡിവിജ്വൽ പ്രോസസ്സ് ഡിഫറെൻ്റ് ആണ്. ഞാൻ ആ കഥാപാത്രത്തിനൊരു സബ് ടെക്സ്റ്റ് ഉണ്ടാക്കും. അവർക്കൊരു പ്രീവിയസ് സ്റ്റോറി എന്തായിരിക്കും, അവരുടെ ഇപ്പോൾ അക്കമ്മ എന്ന് പറയുന്നത് അവരുടെ 40കൾ കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ എന്തായിരുന്നിരിക്കാം അവരുടെ 20കൾ, എന്തായിരുന്നു അവരുടെ വൈകാരിക ജോലി, ആ സമയത്ത് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ബിസി ആയിട്ടുള്ളൊരു കൊച്ചി നഗരത്തിൽ ഒറ്റയ്ക്ക് ബന്ധുക്കളില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ എന്തായിരുന്നിരിക്കാം അവരുടെ പാസ്. ഇത് നമുക്ക് ഒരു ഡയറക്ടറോട് സംസാരിക്കുമ്പോഴും അത് സ്ക്രിപ്റ്റ് റൈറ്ററോട് കഥാപാത്രത്തിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുമ്പോഴും ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോഴും വരുന്ന കാര്യങ്ങളെല്ലാം വെച്ച് ഉണ്ടാവുന്ന ഒരു ഗ്രാഫാണ്. അപ്പോൾ അതൊരു ചെറിയ ഹോംവർക്കിൻ്റെ ഭാഗമാണ്. ആ ഗ്രാഫിലൂടെ നമുക്ക് ഇവരുടെ ബോഡി മാനറിസംസും ഇവർ ചിന്തിക്കുന്ന രീതിയും ഇവരെന്തുകൊണ്ടാണ് ഓരോ പ്രതികരണങ്ങൾ ഇവരുടെ എന്തുകൊണ്ടായിരിക്കാം അതങ്ങനെ എന്നതിനൊക്കെ ഒരു റീസണിങ് പിന്നെ നമുക്ക് കിട്ടും ബാക്കിൽ. അതായത് ആക്ടറിന് കിട്ടും, ബിക്കോസ് അവർക്ക് അതിൻ്റെ സബ് ടെക്സ്റ്റ് ഉണ്ട്, ബാക്കിലുള്ള കഥകളെല്ലാം അറിയാം. അപ്പോൾ അത് പ്രേക്ഷകർക്ക് കിട്ടുമ്പോഴാണ് കംപ്ലീറ്റ്ലി അതൊരു ഒരു കംപ്ലീറ്റ് സർക്കിൾ ആവുന്നത്. സോ ആ പ്രോസസ്സ് ചെയ്യാറുണ്ട്. ആ പ്രോസസ്സിലൂടെയാണ് ഈ അക്കമ്മയെ ഞാൻ കാണാൻ ശ്രമിക്കുന്നത്. ഈ ഇപ്പം രഘുനാഥ് സാറാണ് ഇതിൻ്റെ തിരക്കഥ, സംഭാഷണം എല്ലാം എഴുതിയേക്കുന്നത്. ഒപ്പം ഷാനവാസ് ബാവക്ക അദ്ദേഹം ഉണ്ട് കൂടെ. അപ്പം ഇവരുടെ രണ്ടുപേരുടെയും ജോണർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇവരെ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ നമുക്കൊരു ആകാംക്ഷയുണ്ട്, ഇവർ എങ്ങനെയാണ് ഈ ഒന്നിക്കുക എന്നുള്ളത്. ഇതിപ്പം ഇത് നറേറ്റ് ചെയ്യുന്ന സമയത്ത് പൂർണിമയ്ക്കും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം പലരി സാറിൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് ആകാംക്ഷ ഉണ്ടായിരുന്ന ഒരു കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ്
ഞാൻ ബാല്യകാലമാണ് ശരിക്കും എല്ലാ സിനിമകളിലും നമ്മുടെ അത്രയും സ്ട്രോങ് മെമ്മറിയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളല്ലേ. ഒരു വണ്ടർഫുൾ ചൈൽഡ്ഹുഡാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് തന്നെയായിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ ഇഷ്കും തൊട്ടപ്പനും രണ്ടും കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അകത്ത് ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഷാനവാസ് ബാവക്കുട്ടി കഥ പറയുന്ന രീതി വളരെ വ്യത്യസ്തമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ എങ്ങനെയായിരിക്കും പലേരി സാറിൻ്റെ സ്ക്രിപ്റ്റ് ഷാനവാസ് ബാവക്കുട്ടിയുടെ ലെൻസിലൂടെ പുറത്ത് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്ന് തീർച്ചയായിട്ടും പ്രേക്ഷകരെ പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ടായിരുന്നു. അത് പക്ഷേ വർക്ക് ചെയ്യുന്ന സമയത്താണ് അതിന് ക്ലാരിറ്റി വന്നു തുടങ്ങിയത്. ആ ഓരോ ദിവസം പോകുന്തോറുമാണ് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ ഒരു പ്രോസസ്സ് ശരിക്കും. കാരണം ഇവർ രണ്ടുപേരും ഇവർ തമ്മിലുള്ള കംറാഡറി ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇവരുടെ സംഭാഷണവും ഉപ്പച്ചി എന്നാണ് വിളിക്കുന്നത്. പലേരി സാറാണെങ്കിൽ ശരിക്കും ഒരു കുട്ടി ബുള്ളിയാ, എല്ലാവരും ഇങ്ങനെ ബുള്ളിയാ. അപ്പം ഷാനവാസൊക്കെയും ഇടയ്ക്കിടയ്ക്ക് അവരുടെ തമാശകളും അവരുടെ നർമ്മ സംഭാഷണങ്ങളും എല്ലാമാണ് ഓരോ ദിവസവും സെറ്റിലൂടെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പം അത് കാണുമ്പോൾ തന്നെ അതിൻ്റെ ഫൈനാലിറ്റി സ്ക്രീനിൽ എങ്ങനെ ഉണ്ടാകും എന്നൊരു ചെറിയ ഹിൻറ്റ് നമുക്ക് ഓൾറെഡി കിട്ടുമല്ലോ. അപ്പോൾ ഇന്നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഒക്ടോബർ 4-ാം തീയതിയാണ്. ഞാൻ സിനിമ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഡബ് ചെയ്ത ഭാഗം, ഈ സിംഗ് സൗണ്ട് കുറേ ഭാഗം എടുത്തിട്ട് പിന്നെ ഡബ് ചെയ്യുന്ന കുറേ സ്ഥലത്ത് കറക്റ്റായിട്ട് നമ്മുടെ വോയിസ് ഒക്കെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രോസസ്സിൽ വേണ്ടി പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഫുള്ളായിട്ട് ഞാൻ ഇനിയാണ് നാട്ടിൽ തിരിച്ചു പോയിട്ടാണ് സിനിമ കാണുന്നത്. തീർച്ചയായിട്ടും നല്ല റിവ്യൂസ് ഉണ്ടാവട്ടെ. അത് കോൾസ് എല്ലാം വരുന്നുണ്ട്. അതൊരു ഫീൽ ഗുഡ് ലൈറ്റ് ഹാർട്ടഡ് ഫിലിമാണ്. ഭയങ്കര ഇവൻറ്റ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ സീറ്റിൻ്റെ അറ്റത്ത് ഇരിക്കാൻ നഖം കടിച്ചിരിക്കുന്ന ത്രസിപ്പിക്കുന്ന ത്രില്ലറൊന്നും ഞാൻ പറയണം അങ്ങനെയുള്ള ഒരു വലിയ വാഗ്ദാനങ്ങളുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലെല്ലാം ഉള്ള സാധാരണക്കാരായിട്ടുള്ള കുറേ ആൾക്കാർ നമ്മുടെ ജീവിതത്തിലുണ്ട്. അവരെയൊക്കെ നമുക്ക് ഇതിലെ കഥാപാത്രങ്ങളിലൂടെ കാണാൻ പറ്റും. നന്മയുള്ളവരും നന്മയുള്ള ബന്ധങ്ങളും നന്മയുള്ള സിനിമയുമാണ്. അത് എനിക്ക് ഉറപ്പ്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു കാര്യം ഉണ്ടാവും, ആ കഥാപാത്രം എന്താണ്, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ഷൂട്ടിംഗ് സമയത്ത് ചിലപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റിൽ മനസ്സിലാക്കിയതായിരിക്കില്ല നമ്മളവിടെ ഡെലിവർ ചെയ്യുന്നതും അവർ നമ്മളിൽ നിന്ന് എടുക്കുന്നതും. അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് അക്കമ്മയിൽ ഉണ്ടായിട്ടുണ്ടോ? അക്കമ്മയിൽ ശരിക്കും പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വായിക്കുന്ന സമയത്ത് സ്ക്രിപ്റ്റിൽ മലയാളം തമിഴും മിക്സ് ചെയ്തിട്ടുള്ള ഭാഷയാണ് അക്കമ്മയുടേത്. അപ്പോൾ അത് എങ്ങനെയായിരിക്കും ഞാൻ അതുപോലെ തന്നെയാണ് പഠിച്ച് നമുക്കത്. അതിപ്പോൾ എനിക്ക് പലേരി സാറ് ഫുൾ എഴുതി കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് എന്നെ കഴിഞ്ഞു നീ എന്താ വെച്ചാൽ പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അയ്യോ അതെങ്ങനെ അങ്ങനെ പറ്റണേ പറഞ്ഞ ഇല്ല എന്നമ്മ സൊല്ലമ്മ എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ തമിഴിലേ വരാം, നിൻ്റെ തമിഴ് മതി അക്കമ്മയ്ക്ക്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹം തന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഒരു സംഭാഷണ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഇതിപ്പടെ ഇപ്പം പേസലാമാ, ഇത് ഇപ്പടി சொன்னா எப்படி இருக்கும், നല്ല രസമുണ്ടെന്നല്ലോ നീ തമിഴ്, നീ അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി. അപ്പോൾ അത് തമിഴും മലയാളവും മിക്സ് ചെയ്ത രീതിയിലാണ് ആ ഭാഷ കറക്റ്റായിട്ട് വരേണ്ടത്. പക്ഷെ നമ്മൾ പറഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങിയതിന് ശേഷം ശരിക്കും പറയുന്നത് കുറച്ചുകൂടെ കൂടുതൽ തമിഴ് ഇൻക്ലൈൻഡ് ആയിട്ടാണ് അക്കമ്മ സംസാരിക്കുന്നത്. കാരണം അതിനകത്ത് അതിന് രഘുനാഥ് പലേരി സാർ പറയുന്നതിൻ്റെ പൊരുൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കമ്മയ്ക്ക് ഭാഷയോട് അത്ര സ്നേഹം, അത്രയും പ്രണയമാണ് തമിഴ് ഭാഷയോട് അക്കമ്മയ്ക്ക്. അതുകൊണ്ട് അവൾ തമിഴേ സംസാരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫ്രീഡമൊക്കെ തീർച്ചയായിട്ടും ആ ഒരു സ്വാതന്ത്ര്യം സെറ്റിൽ കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്ന് പൂർണിമയുടെ ശരിക്കും മദർ ടങ് തമിഴല്ലേ ആണല്ലേ, അപ്പം അത് സഹായിച്ചു. പക്ഷേ എനിക്കൊന്ന് കേരളത്തിൽ തീർച്ചയായിട്ടും ഐ മീൻ സ്വാഭാവികമായിട്ട് മാതൃഭാഷ തമിഴാകുമ്പോൾ പിന്നെ അത് പുതിയൊരു ലാംഗ്വേജ് അല്ലല്ലോ. പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ എത്രയോ കാലമായിട്ട് എറണാകുളത്ത് താമസിക്കുന്നവരാണ്. നമുക്ക് ഭാഷ ഓൺ എ ഡേ ടു ഡേ ബേസിസ് നമ്മൾ അതല്ല സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന കൊളോക്കിയൽ ഇതുണ്ടാവുമല്ലോ, ഒരു ഫ്ലോ ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോൾ കുറവായിരിക്കാം. ചിലപ്പോൾ ചില സമയത്ത് ഞാൻ തമിഴ് സംസാരിക്കുമ്പോൾ ഇന്ദ്രൻ പഠിച്ചതും വളർന്നതെല്ലാം തമിഴ്നാട്ടിലാണല്ലോ. അപ്പോൾ ഇന്ദ്രൻ എൻ്റെ അടുത്ത് പറയും നിന്നെക്കാളും വൃത്തിയായിട്ട് ഞാനാ തമിഴ് സംസാരിക്കും. നമുക്ക് ഞാൻ പറഞ്ഞാൽ അതൊരു വേറൊരു ഒരു ഡിസ്കഷൻ ആയിട്ട് തന്നെ നമുക്കത് വയ്ക്കാം. ബട്ട് ഭയങ്കര ഒരു ഫ്ലുവൻ തമിഴൊന്നും അല്ല ഞാനും സംസാരിക്കുന്നത്. മേ ബി ഭാഷ അറിയാത്ത ഒരാളെക്കാളും കുറച്ചുകൂടെ വൃത്തിയായിട്ട് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എനിക്ക് ഭാഷകൾ പൊതുവെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ ഹിന്ദിയിലും ഇപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് ശരിക്കും പഠിച്ച് വർക്ക് ചെയ്ത് ഡിക്ഷൻ ക്ലാസ് എടുത്ത് വോയിസ് ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഷാനവാസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിനിമ നേരത്തെ ഇറങ്ങിയ തൊട്ടപ്പനാണെങ്കിലും അല്ലെങ്കിൽ കിസ്മത്ത് ആണെങ്കിലും പിന്നീട് ഒരു കട്ടിൽ ഒരു മുറിയിലേക്ക് വരുമ്പോഴത്തേക്കും അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കഥ പറയുന്ന രീതി എൻറ്റയർലി
ഡിഫറെൻ്റ് ആണ്. ഇപ്പം പൂർണിമ പറഞ്ഞു ഇത് ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരിക്കലും ഷാനവാസ് ഖാൻ്റെ ഒരു 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 ജോണർ എന്ന് പറയുന്നത് എല്ലാവർക്കും പെട്ടെന്ന് ഒരു അപ്പീലായിരിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വേ ഓഫ് സ്റ്റൈൽ അത് അങ്ങനെയാണ്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഒരു ഡയറക്ടറും അല്ലെങ്കിൽ ഒരു കഥാപാത്രമുള്ള ഒരു കെമിസ്ട്രി? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ന്യൂ കമർ അല്ലേ, കമ്പാരിറ്റീവ്ലി എക്സ്പീരിയൻസ് വയസ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരല എൻ്റെ മൂന്നാമത്തെ സിനിമയാണത്. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഷാനവാസിൻ്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പം നമ്മൾ കഥ പറഞ്ഞു പോയപ്പോഴും കഥയെക്കുറിച്ച് സംസാരിച്ചപ്പോഴും എല്ലാം ഉണ്ടായിരുന്നിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലല്ലോ അഭിനയിച്ച് തുടങ്ങുമ്പോൾ. അത് ആസ് എ ഡയറക്ടർ അത് എന്തായാലും തീർച്ചയായിട്ടും ഒരു സംവിധായകൻ്റെ ഡിസിഷൻ ആയിരിക്കും ഫൈനൽ, അദ്ദേഹത്തിൻ്റെ കോളാണ്. അപ്പോൾ ഞാൻ ചില സമയത്ത് ചോദ്യം ചെയ്യാറുണ്ട്, എന്തുകൊണ്ട് അക്കമ്മയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൂടാ, എന്തുകൊണ്ട് അക്കമ്മ ഇങ്ങനെ ചെയ്തുകൂടാ, ഇതല്ലേ ഇത് കുറച്ചുകൂടെ കറക്റ്റ്. അപ്പോൾ അദ്ദേഹം പറയാതല്ല, അത് പൂർണ്ണമയാണ് ചിന്തിക്കുന്നത്, അക്കമ്മയല്ല ചിന്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, അത് എനിക്ക് തോന്നുന്നു അക്കമ്മയാണെങ്കിലും അങ്ങനെ ചെയ്യുള്ളൂ. അപ്പോൾ പലേരി സാറിൻ്റെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ട് അക്കമ്മയ്ക്ക് ഇങ്ങനെ ചെയ്തുകൂടാ. അപ്പോൾ ഇതൊരു ഡിബേറ്റാണ് എപ്പോഴും. അപ്പോൾ നമ്മൾ അങ്ങനെ അവർ ചെയ്യുമോ, ചെയ്തുകൂടാന്നില്ലല്ലോ, പിന്നെ അതാ ചെയ്തുകൂടാന്നില്ല. അവിടെയാണ് നമുക്ക് ഈ ബ്രേക്ക് എന്ന്. കാരണം മേക്കേഴ്സ് എന്ന രീതിയിൽ അവർക്ക് വളരെയധികം ക്ലാരിറ്റി ഉണ്ട്, അവർക്ക് എന്താണ് സിനിമയിലൂടെ വേണ്ടത് എന്നുള്ളതും അവരുടെ കഥാപാത്രത്തിൻ്റെ ആ ഒരു ആക്കും ആ ഗ്രാഫും എല്ലാം അവർ ക്ലിയർ ആണെങ്കിൽ ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ സുഖമുള്ളൊരു പരിപാടിയില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ജോലി കുറച്ചുകൂടെ എഫേർട്ട്ലെസ് ആവണം. അപ്പം ഇങ്ങനത്തെ ഒരു ടീമിൽ നിന്നും ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആ എഫേർട്ട്ലെസ്നെസ് ആണ്. ബിക്കോസ് അവർക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് കഥാപാത്രത്തിൻ്റെ ഡീറ്റെയിലിങ്ങിലും കഥാപാത്രത്തിൻ്റെ രീതികളിലും അവരുടെ ക്യാരക്ടറേറ്റിലും ഒക്കെ ക്ലിയറാണ് അവർ. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കൂടുതലുണ്ടാവും. അവർ നമ്മളോട് പറഞ്ഞു തന്ന് നമുക്ക് പിന്നെ എഫേർട്ട്ലെസ് പേഴ്സൺ, നമ്മുടെ ചോദ്യങ്ങൾക്കെല്ലാം അവരിൽ ഉത്തരം ഉണ്ടാവും. സോ അത് വളരെയധികം ക്ലിയർ ആണ്. പിന്നെ ഞാൻ ബേസിക്കലി വിശ്വസിക്കുന്നത് ഓൾമോസ്റ്റ് ആക്ടേഴ്സ് എന്ന് പറയുന്ന പ്രോപ്സ് ആണ്. സോ ഒരു ഡയറക്ടർ ആൻഡ് ദ മേക്കർ അല്ലെങ്കിൽ ദ റൈറ്റർ, ആ റൈറ്ററിൻ്റെ ഭാവനയിൽ വന്ന കഥാപാത്രത്തിന് മുഖവും മനസ്സും ശരീരവുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം അത് സ്ക്രീനിൽ വരുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊരു ധാരണയുണ്ടെങ്കിൽ അതിനേലും ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് പെർഫോം ചെയ്യാൻ ഏറ്റവും ഈസി അത് തന്നെയായിരിക്കും. ഈ തിരിച്ചുവരവിൽ വന്നപ്പോൾ പിന്നെ വൈറസ് വന്നു, അതിനുശേഷം ഉമ്മ എന്ന കഥാപാത്രം ശക്തമായ സ്ത്രീ കഥാപാത്രം, വൈറസിലാണെങ്കിലും ശ്രദ്ധിക്കപ്പെട്ട കഥാപാത്രം, അക്കമ്മയിൽ വരുമ്പോൾ അതും ഒരു ശക്തമായ സ്ത്രീ കഥാപാത്രമാണ്. അപ്പം പൂർണിമ പൊതുവേ ഒരു സെൽഫ് മെയ്ഡ് വിമനാണ്, നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ ഈ കഥാപാത്രങ്ങളിൽ നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഇപ്പം അക്കമ്മയിൽ നമ്മൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഉമ്മ എന്ന കഥാപാത്രമായി മാറുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. ഈ പേഴ്സണൽ ഈ ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടല്ലോ, പൂർണിമ എന്ന നടിയുടെ ഈ കഥാപാത്രങ്ങളുള്ളൊരു ഡിസഗ്രിമെൻ്റ്, അതിനെങ്ങനെയാണ് ചോയ്സിന് അതിനെങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ആ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് സർവൈവ് ചെയ്യുന്നത്? ഇറ്റ്സ് എ കോൺസ്റ്റന്റ് ഡയലോഗ് ഇൻ യുവർ ഹെഡ്. അത് എനിക്ക് തോന്നുന്നത് ഒരു കഥാപാത്രത്തിൽ ഇറങ്ങി നിന്ന് കഥാപാത്രത്തിനെ ജഡ്ജ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ആ കഥാപാത്രത്തിൽ ഇറങ്ങി നിന്ന് ഞാനായി നിന്ന കഥാപാത്രത്തിനെ ചോദ്യം ചെയ്യുമ്പോഴാണ് എൻ്റെ തലയ്ക്കകത്ത് കുറേ ചോദ്യങ്ങൾ വരുന്നത്. ഞാൻ ആ കഥാപാത്രത്തിൻ്റെ അതിൻ്റേതായ രീതിയിൽ സ്വീകരിക്കുകയും അവരെ എന്തുകൊണ്ട് അവരങ്ങനെ എന്ന് ചിന്തിക്കാതെ അത് കാരണം അവരെ ജഡ്ജ് ചെയ്യാതെ ആ കഥാപാത്രത്തിൻ്റെ കയ്യിലെടുക്കുമ്പോൾ എനിക്ക് ക്ലാരിറ്റി ഉണ്ട് കുറച്ചുകൂടെ. അപ്പോൾ അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എന്നെ പഠിപ്പിച്ചു തന്നത് ആക്ച്വലി ഞാൻ ഇതിന് മുന്നേ പോയിട്ടുള്ളൊരു വർക്ക്ഷോപ്സിൽ അതുൽ മൂങ്കിയ എന്ന് പറയുന്ന ഒരു സാറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ മനസ്സിലാക്കിയത് ആ ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ കൂടെ തിരിച്ചു കൂട്ടിയ കുറേ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരിക്കലും നമ്മൾ കഥാപാത്രത്തെ ഇറങ്ങി ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. കാരണം അവിടെ ജഡ്ജ് ചെയ്യുന്നത് നമ്മളാണ്. അതെ, മനസ്സിലായില്ലേ? ഞാനെന്ന വ്യക്തിയാണ് ആ കഥാപാത്രം ഉമ്മേനെയും അക്കമ്മേനെയൊക്കെ ജഡ്ജ് ചെയ്യുന്നത്. അതിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യം നമുക്കില്ല. നമ്മളൊരു ആക്ടറല്ലേ, എന്താണോ കഥാപാത്രം ആ കഥാപാത്രം അതാണെന്ന്. അത് നമുക്ക് എത്ര നമ്മളെ ആ കഥാപാത്രത്തിൽ കാണാതെ എന്തുമാത്രം നമുക്കത് കൺവേ ചെയ്യാൻ പറ്റുന്നു അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആദ്യം എടുത്ത് മാറ്റേണ്ടത് നമ്മൾ ആ ക്യാരക്ടറിനെ ജഡ്ജ് ചെയ്യുന്നതാണ്. സോ അത് ഒരു എളുപ്പ സ്റ്റെപ്പായിരുന്നു എനിക്ക്. എന്നിരുന്നാലും ഓൺ എ ഡേ ടു ഡേ ബേസിസ് അത് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. വന്നുപോകും, അത് കഥ കേൾക്കുമ്പോൾ പോലും വന്നുപോകും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നൊരു കോൺസ്റ്റൻറ്റ് പ്രാക്ടീസിൽ വരുന്നൊരു കാര്യം. പിന്നെ
എക്സ്പീരിയൻസ് കാരണം മാത്രമേ അത് നമ്മളിൽ നിന്ന് അത് കംപ്ലീറ്റ്ലി പോകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു കഥാപാത്രങ്ങൾ ചെയ്ത് കുറേ വരുമ്പോഴത്തേക്കും ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ മേ ബി കുറച്ചുകൂടി ഈസി ആവും തോന്നുന്നു. ഒരു ആക്ടറെ സംബന്ധിച്ച് ഓരോ കഥാപാത്രം ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ലിമിറ്റേഷൻസ് എന്താണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ചും കൂടെ എക്സ്ട്രീമായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമ്മളുടെ കുറേ തിരിച്ചറിവ് ഓരോ കഥാപാത്രം ചെയ്ത് കഴിയുമ്പോഴേ ഉണ്ടാകും. ഇപ്പം ഈ ബാക്ക് ടു ബാക്ക് ഈ സ്ത്രീ ശക്തമായ കഥാപാത്രം ചെയ്ത് കഴിയുമ്പോൾ പൂർണ്ണിമ എന്ന ആക്ടറിന് സ്വയം തിരിച്ചറിയാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ എന്താണ്? പൂർണ്ണിമ എന്ന വ്യക്തിയെക്കുറിച്ചിട്ടും ആക്ട്രസിനെ കുറിച്ചിട്ടുമാണെങ്കിൽ ഒരു ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭയം. നമ്മളെന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ അധികം ചിന്തിക്കാറില്ലല്ലോ. അതെ. പക്ഷെ ഒരു ക്യാരക്ടറിനെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ലിമിറ്റേഷൻസിനെ നമ്മൾ കണ്ടുമുട്ടുന്ന അവിടെയാണ്. അതൊരു ഭയങ്കര ചലഞ്ചിങ് ഇതാണ്. നമ്മുടെ പോരായ്മകളെല്ലാം നമ്മൾ കണ്ടുമുട്ടുകയും അത് അക്സെപ്റ്റ് ചെയ്യുകയും അത് തരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഐ തിങ്ക് ദറ്റ് അത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഉമ്മ എന്ന കഥാപാത്രം ചെയ്തിരുന്ന സമയത്താണ് ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട്, ആ ഉമ്മയുടെ കഥാപാത്രത്തിൽ ഉമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എനിക്കെൻ്റെ ജീവിതത്തിൽ ആലോചിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, അതെങ്ങനെ തരണം ചെയ്യും എന്നുള്ളത്. പക്ഷേ ആ ഉമ്മ ജീവിതത്തെ കാണുന്ന രീതി വേറെയാണ്. അതുപോലെ തന്നെ അക്കമ്മ എന്ന കഥാപാത്രത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്കമ്മ ജീവിതത്തെ കാണുന്ന രീതിയും അക്കമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പിന്നെ മനസ്സിലാക്കുമ്പോൾ അക്കമ്മയ്ക്ക് കുറച്ച് ഭ്രാന്തില്ലേ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. കാരണം ഞാനാണ് അക്കമ്മയെ ജഡ്ജ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പക്ഷേ അതാണ് നമ്മൾ ഓരോ മനുഷ്യരും അവരുടേതായ ജീവിതത്തിൽ അവർക്ക് നടക്കുന്ന ഓരോ സംഭവങ്ങൾക്ക് അവരുടെ പ്രതികരണമാണല്ലോ പിന്നെ അവരുടെ ജീവിതം, അല്ലേ? സോ അത് ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഈ കഥാപാത്രങ്ങളിലുള്ള കണ്ടുവരുമ്പോൾ പലപ്പോഴും നമ്മളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യും, ഒരു ഡയലോഗ് പോലെ. ഇത് അപ്പോൾ ഇറ്റ് ഈസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ബട്ട് ഓൾസോ ക്വൈറ്റ് ചാലഞ്ചിങ്. അത് ആ കോൺസ്റ്റൻ്റ് ആയിട്ട് ആ തിരിച്ചറിവുണ്ടാവുക, അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുമുട്ടലുകളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് ഈ പ്രോസസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യം. ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സാണ്. അത് അവിടെയാണല്ലോ നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വൾനറബിലിറ്റി എല്ലാം നമ്മൾ അവിടെ അറിയുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര സ്ട്രോങ് ആണെന്നുള്ളത്. പക്ഷേ അത് ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് അയ്യോ ഇത് ഭയങ്കര വീക്കാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് ദേഷ്യം. കാരണം ദേഷ്യം എനിക്ക് എപ്പോഴും കണ്ണുനീരിലൂടെയാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ മീ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര ലിമിറ്റേഷനാണ്. കാരണം ആങ്കർ ഏറ്റവും കൂടുതൽ ആങ്കർ വരേണ്ടത് അതിൻ്റേതായിട്ടുള്ള ഒരു കഥാപാത്രത്തിനൊരു പ്രത്യേക രീതിയിലാണ് വരേണ്ടത്. അപ്പോൾ അതെനിക്ക് പറ്റണില്ല എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ഞാനിതുവരെ ആലോചിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അയ്യോ ഞാനപ്പോൾ ദേഷ്യം വരുമ്പോൾ കരയാണ് ചെയ്യുന്നത് അല്ലേ? ശരിയാണ്, ദേഷ്യം മൂത്ത് നമ്മൾ കണ്ണുനീര് വരുമല്ലോ. അങ്ങനെ നമുക്ക് അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രം ദേഷ്യം മൂത്ത് കരയേണ്ട ആവശ്യമില്ല. കഥാപാത്രത്തിൽ ശരിക്കും ദേഷ്യം വരേണ്ടത് അവിടെ. സോ ആദ്യമൊക്കെ എനിക്കത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്ത് അവിടെയാണ് നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കുന്നത്, എന്തുമാത്രം ലിമിറ്റഡ് ആണ് നമ്മൾ എന്നുള്ളത്. പിന്നെ അത് ഓവർകം ചെയ്യാനുള്ള എക്സസൈസസ് ആണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. ഈ അക്കമ്മയിൽ എന്തെങ്കിലും ആ ഒരു രൂപഭാവത്തിൽ എന്തെങ്കിലും പൂർണ്ണിമയുടെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു? കാരണം അത്യാവശ്യം നന്നായിട്ട് മേക്ക് ഓവർ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആ കഥാപാത്രം പറയുമ്പോൾ ഡെഫിനറ്റ്ലി പോവും, എങ്ങനെയായിരിക്കണം കോസ്റ്റ്യൂം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളൊരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ ഏർപ്പെടുന്ന ജോലികളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ വരണം നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അപ്പം അത് കാരണം നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന കുറച്ച് നോട്ട്സുകൾ ഇങ്ങനെയാക്കിയാൽ നന്നാവില്ലേ അതൊരു ഗിവ് ആൻഡ് ടേക്ക് ഡിസ്കഷനാണ്. ഒരു കോൺവെർസേഷനിലൂടെ നമ്മൾ കാര്യങ്ങൾ പറയുകയും അത് അക്സെപ്റ്റഡ് ആവുന്ന സാഹചര്യങ്ങളിൽ അത് അപ്ലൈ ചെയ്യുകയും ചെയ്യുക. അത് തന്നെ അക്കമ്മയിലും ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ കോസ്റ്റ്യൂമിലാണെങ്കിലും മേക്കപ്പിലും നല്ല ടീം തന്നെയാണ്. ഇപ്പം കുറച്ചുകൂടി എളുപ്പമാണ് നമ്മുടെ ജോലി. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹം, ഇങ്ങനെയാണെങ്കിൽ ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ആദ്യം ഞാൻ 2 ഭാഗത്ത് മൂക്കുത്തിയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവർ തന്നെയാണ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് ഡിസിഷൻ എടുത്തത്. ഇല്ല നമുക്കിത് മാത്രം മതി. കാരണം എവ്രി വൺ ഓൺ ബോർഡ് അവർക്ക് അവരുടേതായ ജോലി നല്ല വൃത്തിയായിട്ട് അറിയാം. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് സംസാരിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ആ കഥാപാത്രത്തിൻ്റെ ഇൻപുട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ. അപ്പോൾ ഒരു ടീമായിട്ട് ബെസ്റ്റായിട്ട് ആ കഥാപാത്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണോ അതാണ് എല്ലാവരും ചെയ്തത്. അത്രയും ഞാനും ചെയ്തു. ഈ അക്കമ്മയോട് ഒപ്പം നിൽക്കുന്ന ഒരു കഥാപാത്രം ഇതിലേതാണ്? മധുമിയുടെ കഥാപാത്രം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്.
ഇതേപോലെ തന്നെ അക്കമ്മ ഈ നഗരത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ ഒറ്റയ്ക്ക് അക്കമ്മയ്ക്ക് ബന്ധുക്കൾ ആരും ഇല്ല, ഉണ്ടോ എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ ഉള്ള ബന്ധുക്കളൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒറ്റയ്ക്ക് ജീവിക്കാൻ തീരുമാനം എടുക്കുന്ന പെൺകുട്ടിയായിട്ടാണ് മധുമിയ. ആ കുട്ടിക്കും ഈ നഗരത്തിൽ ബന്ധുക്കളില്ല. അക്കമ്മയും മധുമയും അങ്ങോട്ടും ഇങ്ങോട്ടും അവരാണ് ഒരു പല സമയത്ത് നമുക്ക് തോന്നി ഒരു അമ്മയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ചേച്ചിയുടെ സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് എങ്ങനെ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് പല പല മൊമെൻറ്റ്സിലൂടെ ഞാൻ മനസ്സിലാക്കി പോയിട്ടുള്ളത്. അപ്പം അത് എനിക്ക് തോന്നുന്നു പ്രിയംവദയുടെ കഥാപാത്രം വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. ആ പ്രായത്തിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു പെൺകുട്ടിക്കുമുള്ള വൈകാരിക ബുദ്ധിമുട്ടുകളും വൈകാരിക നിമിഷങ്ങളും എല്ലാം പ്രിയംവദ നല്ല അസലായി തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്നോടൊപ്പം തന്നെ ചെയ്യുന്ന എനിക്ക് പ്രിയപ്പെട്ട കഥാപാത്രം, എനിക്ക് ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ പ്രിയംവദയായിട്ടാണ്. അപ്പോൾ ആ കഥാപാത്രം തന്നെ ഞാനിപ്പോൾ പറയുള്ളൂ. ഈ നമ്മൾ ഈ കഥാപാത്രം മാറ്റി വെച്ചിട്ട് പോകുക എന്നുള്ളൊരു പ്രോസസ്സുണ്ട്. നമ്മളൊരു സിനിമയിൽ ഇത്രയും ദിവസം നമ്മൾ അഭിനയിച്ചിരിക്കുകയാണ്, ആ കഥാപാത്രം നമ്മളോടൊപ്പം സഞ്ചരിക്കുകയാണ്, അതങ്ങനെയാണല്ലോ. അപ്പോൾ ഇതിനെങ്ങനെയാണ് ഈ റാപ്പപ്പ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണ് ഇതിനെ പിടിച്ചു മാറ്റുന്നത് എങ്ങനെയാണ്? ഭയങ്കര ചലഞ്ചിങ്, നമ്മളുമായി വളരെ മാറി നിൽക്കുന്ന ക്യാരക്ടേഴ്സിനാണ് അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. വളരെ അടുത്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സായിട്ട് അത്രയും പ്രോബ്ലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അത്രയും പറയാനുള്ള എക്സ്പീരിയൻസ് ഇല്ല. പക്ഷെ എനിക്കത് തുറമുഖത്തിൽ അമ്മയായിരുന്നു എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതെൻ്റെ മക്കള് പറയും തിരിച്ചു വരുമ്പോൾ, അമ്മ ഇത്ര സാഡ് അമ്മ വേണ്ട എന്നൊക്കെ പറയും. പക്ഷെ അപ്പം അത് എനിക്ക് തോന്നുന്നു വളരെയധികം ഇമോഷണൽ ഗ്രാഫ് കംപ്ലീറ്റ് അഡ്വേഴ്സ് ആയിട്ട് നിൽക്കുന്ന, കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങളിലായിരിക്കാം ചിലപ്പോൾ ആ ബുദ്ധിമുട്ടുകൾ തോന്നുന്നത്. പക്ഷെ പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ ഐ ഡോണ്ട് നോ, എനിക്ക് എക്സ്പീരിയൻസ് അത്ര ഇല്ലാത്തത് കൊണ്ടാവാം. ഇപ്പം നമ്മൾ ഈ വൈറസാണ് 17 വർഷത്തിന് ശേഷം വരുന്ന ഒരു ഇത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ കാണുകയാണ് പൂർണിമ ഇതിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ തുറമുഖം കാണുമ്പോൾ ശക്തമായ ഒരു കഥാപാത്രം പൂർണിമ കാണുന്നു. അത് ആദ്യം ഒരു പ്രേക്ഷകൻ നില എനിക്ക് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഉമ്മ എന്ന കഥാപാത്രത്തിൽ പൂർണിമയെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും തോന്നി. ആ ഒരു കഥാപാത്രം അത് പൂർണിമ അത്രയും നല്ല ഹെവി ഒരു ക്യാരക്ടർ അത്രയും നന്നായിട്ട് ഹാൻഡിലും ചെയ്തിട്ടുണ്ട്. ഈ മദർഹുഡ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ക്യാരക്ടറിനെ ചൂസ് ചെയ്തു നിന്നും എന്തെങ്കിലും ഒരു ഒന്ന് പിന്മാറ്റാനോ അല്ലെങ്കിൽ കുറച്ചും കൂടെ ചൂസി ആകാനായിട്ട് പ്രേരിപ്പിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ തിരിച്ചു വരൽ 17 വർഷത്തിന് ശേഷം ഓൾറെഡി മദറായി കഴിഞ്ഞല്ലോ. അതെ. അപ്പോൾ പിന്നെ ആ സമയത്ത് എനിക്ക് അഭിനയത്തിൻ്റെ ഓഫേഴ്സ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കേണ്ട സാഹചര്യവും വന്നിട്ടില്ല. പക്ഷെ മദർഹുഡിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, കഥാപാത്രത്തെ മനസ്സിലാക്കാനുള്ള കുറച്ചുകൂടെ ഗ്രാഹ്യം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ലെയേഴ്സ് മനസ്സിലാക്കാനും എന്തുകൊണ്ട് അവർ ആ സാഹചര്യത്തിൽ അങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചിന്തിക്കാനും. അത് മാതൃത്വം മാത്രമല്ല, ചിലപ്പോൾ പ്രായത്തിൻ്റെയും വ്യത്യാസമാവാം തീർച്ചയായിട്ടും. എൻ്റെ 20കളിൽ ഞാൻ ചെയ്തതാണ് നേരത്തെ ചെയ്തിരിക്കുന്ന സിനിമകൾ. അപ്പോൾ അന്ന് ഞാൻ ആ സിനിമ കഥാപാത്രങ്ങൾ, എനിക്ക് അന്ന് കിട്ടിയിരിക്കുന്ന കഥാപാത്രങ്ങളും അങ്ങനത്തെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ അതിനെ ഞാൻ സമീപിക്കുന്നത് അന്നത്തെ 20കളിലെ ഞാനായിട്ടാണ് അല്ലേ. അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ലേറ്റ് 30s അഭിനയിക്കാൻ വരുന്നത്. അപ്പം ഒരു 40കളിൽ ഞാൻ ഒരു സിനിമയെ കാണുന്നതും ആ കഥാപാത്രത്തെ കാണുന്നതും എൻ്റെ ആ ഒരു മെച്യൂരിറ്റി അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമോഷണൽ ഗ്രാഫിൻ്റെ ജേർണിയുടെ ആ ഫേസിൽ വെച്ചിട്ടാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ മദർഹുഡ് കഥാപാത്രത്തെ പുറകോട്ട് വലിക്കുന്നു എന്നുള്ളത് ഞാൻ കേൾക്കുന്ന സ്ക്രിപ്റ്റുകളിൽ എനിക്ക് പേഴ്സണലി എന്തൊക്കെ നമ്മളിപ്പോൾ ഒരിക്കലും കഥാപാത്രത്തെ ജഡ്ജ് ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നാൽ പോലും നമ്മളൊരു സ്ക്രിപ്റ്റ് ചൂസ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ അത് വന്നു പോകും. അപ്പോൾ അവിടെ എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സമയത്ത്, ഞാൻ അങ്ങനെ 1-2 സ്ക്രിപ്റ്റ്സിനോട് നോയും പറഞ്ഞിട്ടുണ്ട്. അത് ഒരമ്മ എന്ന രീതിയിൽ എനിക്ക് റിലേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല എന്നെനിക്ക് തോന്നുന്ന സമയത്ത് ഞാനത് തീർച്ചയായിട്ടും വോക്കലായിട്ട് അവരോടത് പറയാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എൻ ഓപ്പൺ കോൺവെർസേഷൻ. എന്തുകൊണ്ടാണ് അവർ ആ കഥാപാത്രത്തെ എങ്ങനെ കാണുന്നത് എന്നുള്ളത് അത് കേൾക്കുമ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ നമുക്ക് ഡിഫറൻസസ് മനസ്സിലാവുക. സോ അത് സ്ക്രിപ്റ്റ് സെലക്ഷൻ്റെ സമയത്ത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോൾ എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തുറമുഖം ചെയ്തിരുന്ന സമയത്ത് ആ തുറമുഖം എന്ന അമ്മ എന്ന് പറയുന്നത് ഞാനും നമ്മയിൽ നിന്നും വളരെ വ്യത്യാസമാണ്. അത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട്, കഥാപാത്രത്തിൻ്റെ വ്യത്യാസമുണ്ട്, സാഹചര്യങ്ങളുടെ വ്യത്യാസമുണ്ട്. പക്ഷെ പിന്നെ കേട്ടിരിക്കുന്ന സ്ക്രിപ്റ്റുകളിലെല്ലാം അക്കമ്മയ്ക്ക് കുട്ടികളില്ല. പിന്നെ ഞാനിപ്പം ഹിന്ദിയിൽ ചെയ്യുന്നതിലാണെങ്കിലും അവിടെ
അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വേറൊരു മദർഹുഡാ. സി എവറി മദർഹുഡ് ഇസ് ഡിഫറെൻറ്റ് ത്രൂ ദാറ്റ് മദർ അല്ലേ, അത് കാരണം എവറി മദർ ഇസ് ഇൻഡിവിജ്വലി എ ഡിഫറെൻറ്റ് പേഴ്സൺ. അപ്പോൾ അതിൻ്റേതായൊരു അപ്രോച്ച് ആ കഥാപാത്രങ്ങളിലും നിമിഷങ്ങളിലും ഉണ്ടാകും എന്നുള്ളത് ഒഴിച്ചാൽ. പക്ഷേ ഞാനെന്ന വ്യക്തി, ഞാനെന്ന അമ്മ എന്ന രീതിയിൽ ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴാണ് കൂടുതലും അതിനകത്ത് ഇൻവോൾവ് ആവാറുള്ളത്. പെർഫോമൻസിലോട്ട് ഇറങ്ങുമ്പോൾ അധികമില്ല. കലാപാനി വെബ് സീരീസ്, അതും ഈ പറഞ്ഞ മാതിരി ഞാൻ ട്രെയിലർ കാണുമ്പോൾ, ഞാൻ അതിന് മുമ്പ് അറിഞ്ഞിരുന്നില്ല പൂർണിമ അതിൽ അഭിനയിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഒന്ന് പോസ് ചെയ്ത് പൂർണിമയാണോ എന്നുള്ള ഡൗട്ട് വീണ്ടും അത് കണ്ടു. അപ്പം നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾക്ക് മലയാളിയായിട്ടുള്ള ഒരാൾ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് പോകുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എങ്ങനെയായിരുന്നു കാലാപാനിയിലേക്ക് എത്തിയത്? എങ്ങനെയായിരുന്നു കാലാപ്പണി എങ്ങനെ എന്നിലേക്ക് എത്തിയെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞതുപോലെ എന്നെ അറിയാത്തൊരു വ്യക്തി തന്നെയാണ് വിളിച്ചത്. കാസ്റ്റിംഗ് ഏജൻസിൻ്റെ ആൻറ്റി കാസ്റ്റിംഗ് എന്നാണ് വിളിച്ചത്. എന്നെ വിളിച്ച് ഇതുപോലെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഓഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. സീരീസിന് വേണ്ടിയിട്ടാണ്, ഓഡിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബോംബെയിൽ സ്ഥിരം കാസ്റ്റിംഗ് ഏജൻസീസ് കോൾ വരുമ്പോൾ പ്രോപ്പർ ഓഡിഷൻ പ്രോസസ്സിലൂടെയാണ് അവർ കാര്യങ്ങൾ നടത്തുന്നത്. ഇതൊരു പോസ്റ്റ് കോവിഡ് സിനാരിയോയും കൂടിയാണ്. അപ്പം ഓൺലൈൻ ഓഡിഷൻസ് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ആ കാലഘട്ടത്തിൽ തന്നെ എനിക്കൊന്ന് അടുപ്പിച്ച് ഓഡിഷൻസ് ഇഷ്ടംപോലെ കൊടുത്തിട്ടുമുണ്ട്. അപ്പം അങ്ങനെ എൻ്റെ ഓഡിഷൻ കിട്ടിയതാവാം അവരുടെ കയ്യിൽ, അങ്ങനെയായിരിക്കും ഈ കോള് വന്നത്. പക്ഷെ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, സൗത്ത് നിന്നുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് ആ മുഖവും ആ ഭാഷയുടെ ഒരു ചെറിയ ഡയലക്റ്റൊക്കെ ഉള്ളത് ആവശ്യപ്പെട്ടതാവാം. പക്ഷെ ഫൈനലി എല്ലാം കഴിഞ്ഞ് ഞാൻ അഭിനയിച്ച് തുടങ്ങിയപ്പോഴാണ് ഒട്ടും സൗത്ത് ഇന്ത്യൻ ആയിട്ടോ അല്ലെങ്കിൽ നേറ്റിവിറ്റി ഉള്ള ഒരു കഥാപാത്രമല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. സോ കാലാപാനി ഐ തിങ്ക് ഐ എം ഹാപ്പി ഇറ്റ് ജസ്റ്റ് കെയിം മൈ വേ. നമുക്ക് ആ കഥാപാത്രത്തോട് എവിടെയെങ്കിലൊക്കെ നമുക്ക് ദേഷ്യവും തോന്നുമല്ലോ. കുറച്ച് സ്വാർത്ഥമുള്ള ഒരു കഥാപാത്രമാണ് അതിലെവിടേക്കോ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങളിൽ നിന്നും അവരുടെ കണ്ണുകളിലൂടെ നമ്മൾ അവരുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് അവർ ആ സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറുന്നു എന്നതിന് ചിലപ്പോൾ നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് വരും. ഈ സ്ത്രീ അങ്ങനെയാണ്, അവരൊരു കോർപ്പറേറ്റ് വുമൺ ആണ്, അവരുടെ കോർപ്പറേറ്റ് ലൈഫാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ലൈഫ് സ്റ്റോറീസ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, അവരുടെ ലൈഫ് ട്രാവലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പക്ഷെ അത് അവർ ആ കഥാപാത്രത്തിൽ ആക്ച്വലി കലാപാനിയുടെ ഇനിയിപ്പോൾ സീസൺ 2-ൽ അടുത്ത വർഷം നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങുന്നുണ്ട്. പക്ഷേ സീസൺ 1-ൻ്റെ അവസാനത്ത് നമുക്ക് കാണാം എവിടേക്കെയോ എന്തുകൊണ്ട് അവരങ്ങനെ ആയി തീർന്നു എന്നുള്ളതിൻ്റെ കുറച്ചൊരു ഗ്ലിംസ് തന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊരു പ്രോപ്പർ കണ്ടീഷൻഡ് നെറേറ്റീവ് അല്ല. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കാരണം നമുക്ക് എല്ലാത്തിനും ഒരു കണ്ടീഷൻ നെറേറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കംഫേർട്ടാണ്. എനിക്കറിയായിരുന്നു ഇതായിരുന്നു അതിൻ്റെ കഥ എന്നുള്ളത്. പക്ഷെ അത് കിട്ടാത്ത സംഭവത്തിലുള്ള നമുക്ക് അറിയാത്തതെല്ലാം നമുക്ക് ഭയങ്കര ഇൻക്വിസിറ്റീവ് ആണ് അല്ലേ. എന്തുകൊണ്ടായിരുന്നു അവരങ്ങനെ, അവരെനിക്ക് ഇഷ്ടമല്ല, കാരണം അവരെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിയില്ല. സോ എനിക്ക് ആ ഒരു നെറേറ്റീവാണ് സ്വസ്തി ഷാ എന്ന് പറയുന്ന ക്യാരക്ടറെ കുറിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യവും. അവർ വളരെ മിസ്റ്റീരിയസ് വുമൺ ആണ്. ദാറ്റ് ഇസ് അബൌട്ട് ഇറ്റ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം. അല്ലാതെ എന്തുകൊണ്ട് അവരങ്ങനെ എന്നുള്ളത്, അവരുടെ ബാക്ക് സ്റ്റോറി ഇങ്ങനെയായിരിക്കാം എന്നൊക്കെ നമുക്ക് എക്സ്പ്ലനേഷൻ എല്ലാ നെറേറ്റീവ്സും തരണം എന്നില്ല. സോ ദാറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇപ്പം ശരിക്കും സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുമ്പോൾ ശരിക്കും എന്താണ് സ്ക്രിപ്റ്റിൽ നോക്കുന്നത്? ഇപ്പം എല്ലാവരും പറയും എനിക്ക് പെർഫോം ചെയ്യാനുണ്ടാവണം അല്ലെങ്കിൽ അതൊക്കെയാണ് പറയുക. പക്ഷേ ഒരു പൂർണിമേൻ്റെ ഒരു വേ ഓഫ് സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെയാണ്? ഞാൻ എപ്പോഴും പറയാം, കഥാപാത്രത്തിന് സിനിമയിൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടാവണം. കഥാപാത്രം ആ സിനിമയിൽ ഇൻസിഡൻറ്റലോ കോയിൻസിഡൻറ്റലോ വേണമെങ്കിൽ ആവാം അല്ലേ. പക്ഷേ ഒരു കോയിൻസിഡൻറ്റൽ ക്യാരക്ടർ ആകുമ്പോൾ കഥാപാത്രത്തിന് ആ സിനിമയിൽ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇഫ് ദ ക്യാരക്ടർ ഡസൻറ്റ് ഹാവ് എനിത്തിങ് ടു കോൺട്രിബ്യൂട്ട് ഇൻ സിനിമ, വാട്ട് വുഡ് യു ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടുവേർഡ്സ് എ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ചിന്തയാണ് ഇപ്പോഴത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ചിന്തിക്കുന്നത്. കാരണം എനിക്കിപ്പോൾ ഒരു ഹംഗ്രി ആക്ടർ പോലെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്കെല്ലാം നല്ലത് നല്ല മീറ്റി ആയിട്ടുള്ള റോൾസ് വരണം എന്നൊക്കെ നമ്മൾ എല്ലാവരെയും പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നത്. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം അത്രയും ഒരു വെറൈറ്റിയും നമ്മളങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയല്ല നമ്മൾ പോകുന്നത്. ഇപ്പം പതുക്കെ അതിലേക്കുള്ള ശ്രമം വരുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ട കാരണം OTT പ്ലാറ്റ്ഫോംസ് തന്നെയാണ്. കാരണം OTT പ്ലാറ്റ്ഫോംസിൽ ഇൻഡിവിജ്വലി ഒരു സപ്പോർട്ടിംഗ് റോൾ, ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ എന്ന രീതിയിലല്ല, എല്ലാ ക്യാരക്ടേഴ്സും അവർക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഗ്രാഫും ഒരു ആർക്കും ഇമോഷണൽ ആർക്കും എല്ലാം ഉണ്ട്. സോ അതുകൊണ്ട് നമ്മളിനി അതിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് നമുക്ക് കിട്ടുന്ന വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് കഥയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഥാപാത്രത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും
തീർച്ചയായിട്ടും നമുക്കും ആ കഥാപാത്രത്തിൽ കോൺട്രിബ്യൂട്ട് എന്തെങ്കിലും ഉണ്ടാകും. അതാണ് പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ ആദ്യത്തെ ഫേസ്, അതായത് ഇപ്പം നേരത്തെ ഷീബ തന്നെ പറഞ്ഞു 2018 തിരിച്ചു വന്നപ്പോൾ വൈറസിൽ വന്ന ഞാൻ പിന്നെ അതിനുശേഷം അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് എന്നെ തുറമുഖത്തിൽ കണ്ടതും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഒരു കെട്ടിൽ ഒരു മുറിയിൽ കാണുന്നത്. അത് തന്നെ ആ ഒരു ഫ്യൂ പോയിന്റ്സ് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ മനസ്സിലാക്കണം, അത് 2018 നിന്നും പിന്നെ 2024 വരെ ആ ടൈമിലാണ് ഈ 3 വന്നിരിക്കണേ നമ്മൾ ആലോചിക്കണം. അപ്പോൾ സമയം എടുക്കുന്നുണ്ട്, അത്രയും സമയം എടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ അധികം സമയം എടുക്കാത്ത കൈ നിറയെ കഥാപാത്രങ്ങൾ എനിക്ക് മാത്രമല്ല, സിനിമയിൽ ഇപ്പോഴുള്ള എല്ലാ സ്ത്രീകൾക്കും, എൻ്റെ പ്രായത്തിലുള്ള സമപ്രായത്തിലുള്ള സ്ത്രീകൾക്കും അവരുടെ കഥകൾ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള കഥകൾ ഇവിടെ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാനും പ്രേക്ഷക എന്ന രീതിയിലും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിലും ആഗ്രഹിക്കുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതൽ അതുപോലെ കഥാപാത്രങ്ങളെയും കയ്യിൽ കിട്ടുള്ളൂ. അതെ, അതായത് 40 കഴിഞ്ഞ സ്ത്രീകളോടുള്ള ഒരു സമീപനം മാറണം എഴുത്തുകാർക്ക് അല്ലേ, കുറച്ചും കൂടെ അവരെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു. അതെ, അത് ഞാൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ വീണ്ടും പറയാൻ എനിക്കൊന്ന് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾക്ക് മെജോറിറ്റി നമ്മൾ എഴുതുന്നത് ഒരു റൈറ്റർ എന്ന് പറയുന്നത്, ഒരു റൈറ്ററിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരു റൈറ്ററിൻ്റെ തൂലികയിലൂടെ പുറത്തു വരുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പക്ഷെ അതൊരു സ്ത്രീകൾ തന്നെ അത് എഴുതുമ്പോൾ, സ്ത്രീകളുടെ കഥകൾ സ്ത്രീകൾ തന്നെ എഴുതി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മേ ബി അതിന് വേറൊരു അപ്രോച്ച് തന്നെ ഉണ്ടാവും. അത് പക്ഷെ സമൂഹത്തിന് മനസ്സിലാവണമെങ്കിൽ അതുപോലത്തെ സിനിമകൾ ഇവിടെ കുറേ, അതുപോലത്തെ സ്ത്രീ കഥാകൃത്തുകളും സ്ത്രീകളിലൂടെ സിനിമകൾ കുറേ എത്തണം. പിന്നെ വളരെ പ്രധാനം, ഇതൊരു വാണിജ്യപരമായിട്ടുള്ളൊരു ഏർപ്പാടാണ്, ബിസിനസ്സാണ്, ഇക്കോണമിയാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് സിനിമ ബിസിനസ് പരമായി, അങ്ങനെയുള്ള സിനിമകൾ ബിസിനസ് പരമായി നന്നായി ചെയ്താൽ മാത്രമേ പിന്നെ വീണ്ടും വീണ്ടും അതുപോലെ അത് കൂടുതൽ കൂടുതൽ വരികയുള്ളൂ. ഇതൊരു സൈക്കിളാണ്. അപ്പോൾ അത് ഒരു സമൂഹം എന്ന രീതിയിൽ സപ്പോർട്ടീവായിട്ടുള്ള ഒരു അപ്രോച്ചിൽ മാത്രമേ അത് പറ്റുള്ളൂ. ബട്ട് അതിന് മാറ്റം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. അപ്പം അത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ സ്ത്രീകൾ തന്നെ എഴുതുമ്പോൾ കാണാൻ ഭയങ്കര രസമാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നൊരു പ്രോജക്റ്റിൽ ഔട്ട് ആൻഡ് ഔട്ട് എല്ലാവരും വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ്. പക്ഷെ അത് എഴുതുന്നത് ഒരു പുരുഷനാണ്. അതുകൊണ്ട് അദ്ദേഹം എപ്പോഴും എങ്ങനെ ഓരോ ഇമോഷണൽ ജേർണി ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂടെ ഇരുന്ന് സംസാരിച്ച് വളരെ റിസപ്റ്റീവായിട്ടാണ് ഓരോ കാര്യങ്ങളും അദ്ദേഹം എഴുതിയെടുത്ത് നോട്ട്സായിട്ട് എടുത്ത്, പിന്നെ അത് സീനായി പുറത്ത് വരുമ്പോൾ എവിടേക്കോ നമ്മൾക്ക് തന്നെ തോന്നും, അയ്യോ ഇത് ഞാനല്ലേ. കാരണം നമ്മൾ സ്ത്രീകൾക്ക് പലപ്പോഴും സ്ക്രീനിലൊന്നും കാണാതെ നമ്മുടെ മാത്രമായിട്ടുള്ള ഒരു സമൂഹം എന്ന രീതിയിൽ, സ്ത്രീ സമൂഹം എന്ന രീതിയിൽ നമുക്കറിയാം നമ്മൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ അപ്പം ക്ലിക്ക് ചെയ്യും. അത് ഒരു ഡീറ്റെയിലിംഗ് പ്രോസസ്സ്, ഒരു ഹോംവർക്ക് നടത്തിയാൽ മാത്രമാണ് ആ ഒരു വികാരം അല്ലെങ്കിൽ ആ ഒരു മൂമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സർക്കംസ്റ്റൻസ് അവിടെ എഴുത്തുകാരന് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളത് സ്ത്രീകൾക്കറിയാം. അതെ അതെ, മനസ്സിലായില്ലേ? അതുപോലെ മൂമെന്റ്സ് ഇനിയും വരണം. അതുപോലെ മൂമെന്റ്സ് വേണമെങ്കിൽ അത്രമാത്രം അടുത്ത് ഇടപഴകി ആ ഒരു ആ ഒരു ഇൻഡൾജൻലി ആ ഇത് വരുള്ളൂ. സോ ഐ തിങ്ക് ഇല്ല, നമ്മളിപ്പം ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ സ്ത്രീകളെ കാണാൻ ഇല്ല എന്ന് പറയുന്ന ഒരു സന്ദർഭത്തിലാണ് മലയാളത്തിൽ നിന്നുള്ള കനികുസൃതിയും ദിവ്യപ്രഭയൊക്കെ ക്യാൻസൽ പോയ ഒരു. അപ്പോൾ അത് ഭയങ്കര നമുക്ക് മാറ്റം, ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്കൊക്കെ ഒരുപാട് സന്തോഷം തരുന്നതും ആ മാറ്റം വരുന്നത് നമുക്ക് ഒരുപാട് സന്തോഷമാണ് ആ ഒരു കാര്യത്തിലേക്ക്. അതിലേക്ക് ഇനിയും ഈ പുരുഷ എഴുത്തുകാരും അതിലേക്ക് തന്നെ വരുമ്പോൾ തന്നെ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അതെ അതെ, അത് സത്യമാണ്. അതും ഈ പായലിന്റെ ഇതിലൂടെയാണല്ലോ വന്നത്. പായലിന്റെ ചിന്തയിലൂടെയാണ് കഥാപാത്രങ്ങളും എല്ലാം വരുന്നത്. അതുപോലെ ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന് പറയുന്നത് റിച്ചാർഡ് ചെഡ്ഡയും അലി ഫസലും കൂടെ ചെയ്തിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു, അതിനും കനിയാണ് അഭിനയിച്ചിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്ത്രീ കഥകൾ വരണമെങ്കിൽ സ്ത്രീകളിലൂടെ വരുമ്പോൾ സന്തോഷമാണെന്നല്ല, അത് അക്സെപ്റ്റഡും കൂടി ആവുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷമാവുന്നത്. ആങ്കിളിൽ വ്യത്യാസം ഉണ്ടാവും, പറയുന്ന ആങ്കിളിൽ ഒരുപാട് വളരെ വ്യത്യാസം ഉണ്ടാവും. അത് പെർസ്പെക്റ്റീവ്സ് തന്നെ വേറെ വേറെ അല്ലേ. അതെ, അപ്പം അത് തീർച്ചയായിട്ടും അത് നമ്മുടെ കുട്ടികൾ കണ്ട് വളരേണ്ടത് അതെല്ലാമാണ്. എപ്പോഴും ഒരേ നെറേറ്റീവ് തന്നെ കണ്ട് വളരാൻ, അതുവരെ സിനിമ എന്ന് പറയുന്നത് ഒരു വൈഡ് ക്യാൻവസ് ആണ്. ഏറ്റവും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ നോളജ് കൊടുക്കുന്ന ഒരു കാലഘട്ടം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്ന ആ സിനിമകളിലൂടെയാണ്. അപ്പം ഐ തിങ്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് വന്നു കഴിഞ്ഞാൽ ഇന്ന് വളർന്നു വരുന്ന കുട്ടികൾക്ക് അത് വളരെ പ്രോമിസിങ് ആയിരിക്കും ടു അണ്ടർസ്റ്റാൻഡ് വിമൻ ഓഫ് ടുഡേ. യെസ്, അതെ.
നല്ല മനോഹരമായ പാട്ടുകളാണ് ഒരു കട്ടിൽ ഒരു മുറിയിലുള്ളത്. അപ്പം എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ ഇപ്പം അത്യാവശ്യം നല്ല റീച്ച് എല്ലാം വന്നിട്ടുണ്ട്. മ്യൂസിക് ഈ സിനിമയിൽ എത്രത്തോളം കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്? ഷാനവാസിന് ഭയങ്കര താല്പര്യമാണ് സംഗീതത്തോടുകൂടി. എനിക്കത് കഥ പറയാൻ വന്നപ്പോൾ തന്നെ ആദ്യം പാട്ടായിട്ട് ആദ്യം വന്നത്. കഥ വായിക്കുന്നതിന് മുന്നേ ആദ്യം പാട്ട് കേൾപ്പിച്ചു. ഇതിൻ്റെ അടുത്ത് പറഞ്ഞു അക്കമ്മയുടെ പാട്ടാണ് പറഞ്ഞപ്പോൾ അത് എഗെയിൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ ആ സിനിമ സംവിധായകനോ സംഗീതത്തിനുള്ള താല്പര്യമാണ് നമ്മളെപ്പോഴും സിനിമകളിലൂടെ നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ നല്ല സിനിമയിൽ നല്ല ഗാനങ്ങൾ എന്ന് പറയുന്നത് വർക്കിയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു റാപ്പ് സോങ് ഉണ്ട്, ഫെജു ചെയ്തിരിക്കുന്ന റാപ്പ് സോങ് ഉണ്ട്. സോ റീറെക്കോർഡിങ്ങും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ എൻ്റെ ഒരു പാട്ടുണ്ട് നെഞ്ചിലേ നെഞ്ചിലേ, ആ പാട്ടിന് ആ സിനിമയിൽ വളരെ അടുത്ത് കിടക്കുന്ന ഒരു കഥയുമുണ്ട്. അപ്പം അതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. സുകുമാരൻ ഫാമിലി നമ്മൾ പറയാണ്, ശ്രീ സുകുമാരൻ അദ്ദേഹത്തിൻ്റെ ഫാമിലി എന്ന് വരുമ്പോൾ നേരത്തെ പൂർണിമ ശരിക്കും സീനിയറാണ്. ഇപ്പം ഇന്ദ്രജിത്തിനെ വെച്ച് നോക്കുമ്പോഴും പൃഥ്വിരാജിനെ വെച്ച് നോക്കുമ്പോഴും ഇപ്പം സുകുമാരൻ സാറ്, മല്ലികാമ്മ, അതിനുശേഷം പൂർണിമ, ഇങ്ങനെയാണ് ആ ഒരു ഗ്രാഫ് പോകുന്നത്. പക്ഷേ ഈ വിവാഹം കഴിച്ചതിന് ശേഷം അതെ വർഷങ്ങൾ വെച്ച് കഴിയുമ്പോൾ പിന്നെ വീണ്ടും തിരിച്ചു വരുമ്പോൾ ഈ ശ്രീ സുകുമാരൻ ഫാമിലിയുടെ ഒരു ബാഗേജ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ഇത്രയും ആർട്ടിസ്റ്റ് വരുന്ന ഒരു കുടുംബത്തിൽ നിന്നും. ഇത് എപ്പോഴെങ്കിലും കോപ്പപ്പ് ചെയ്ത് പോവേണ്ടി വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതിനെ എപ്പോഴെങ്കിലും ഒരു വെയിറ്റേജ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? പ്രൊഫഷണൽ ഫ്രണ്ടിലില്ല, അക്സെപ്റ്റൻസ് ആയിട്ട് മാത്രമേ തോന്നിയിട്ടുള്ളൂ. എനിക്ക് ഒരിക്കലും ഇതൊരു ബാഗേജ് ആയിട്ട് തോന്നിയിട്ടില്ല. അതൊരു ടാഗ് തന്നെയാണ്, അത് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. അത് എനിക്ക് ഏറ്റവും കൂടുതൽ മേ ബി എന്നെ പൂർണിമ ഇന്ദ്രജിത്ത് എന്ന് അറിയുന്നവരുണ്ട്, പൂർണിമ മോഹൻ എന്നറിയുന്നവരുണ്ട്, പ്രാർത്ഥനയുടെ അമ്മയായിട്ട് അറിയുന്നവരുണ്ട്, മല്ലിക സുകുമാരൻ്റെ മരുമോളായിട്ട് അറിയുന്നവരുണ്ട്, സുകുമാരൻ്റെ മരുമോളായിട്ട് അറിയുന്നവരുണ്ട്. അപ്പോൾ അത് എടപ്പാള് ഭാഗത്തും ഇന്ദ്രൻ്റെ അച്ഛൻ്റെ അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ അമ്മമ്മമാരും എല്ലാവരും അവർക്കൊക്കെ ഞാൻ ആരാന്ന് പോലും ഓർക്കണ്ട. അവർക്ക് ഞാൻ മല്ലികയുടെ മരുമോൾ അല്ലെങ്കിൽ സുകുമാരൻ്റെ മരുമോളാണ്. അപ്പം അത് ഈ പറഞ്ഞ പോലെ എനിക്ക് പ്രൊഫഷണൽ ഫ്രണ്ടിൽ അത് ഒരിക്കലും അങ്ങനെ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ കാരണം എനിക്കൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഭയമായിട്ടോ അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടൊന്നുമില്ല. പേഴ്സണൽ ഫ്രണ്ടിലാണെങ്കിലും പ്രൊഫഷണൽ ഫ്രണ്ടിലാണെങ്കിലും എപ്പോഴും എനിക്കത് ഞാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് ഗ്രേസ്ഫുള്ളായിട്ട് ഓൺ ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇടയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അവനവൻ്റെ ഐഡൻറ്റിറ്റി എപ്പോഴും മിസ്സായി പോകും. അത് സോഷ്യൽ കണ്ടീഷനിങ് അങ്ങനെയാണല്ലോ. നമ്മളിപ്പോൾ എന്ത് ഇതിൻ്റെ ഇടയിൽ കഷ്ടപ്പെട്ട് ചെയ്താലും അത് ഫാമിലിയുടെ ടാഗ് ഉള്ളത് കൊണ്ട് അത് അവർക്ക് എളുപ്പമാണ് എന്ന ആ ഒരു ക്യാൻസലേഷനാണ്. നമ്മുടെ എഫേർട്ടൊക്കെ കോൺസ്റ്റൻ്റ്ലി ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. കാരണം ആ ടാഗ് ഭയങ്കര നമ്മളെക്കാളും വലുതാണല്ലോ നമ്മളുടെ ബ്രാൻഡിങ് അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ആ ലേബിൾ. അപ്പോൾ ആ ടാഗ് കാരണം എനിക്ക് എഫേർട്ട് കൂടുതലായിട്ട് തന്നെ എടുക്കേണ്ടി വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ചലഞ്ചിങ് ആയിട്ടാണ് തോന്നുന്നത്. അത് കൂടുതൽ സാറ്റിസ്ഫൈങ് ആണ് ആ ജേർണി. കാരണം അതിൻ്റെ ഇടയിലും നമ്മൾ യാത്ര ചെയ്ത് അവനോണ്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കി എടുക്കാൻ പറ്റിയാൽ അതൊരു ഐ തിങ്ക് അതൊരു ജേർണി വർത്ത് ട്രാവലിംഗ് തന്നെയാണ്. മേക്കേഴ്സ് ചില സമയത്ത് ഭയങ്കര കോൺഷ്യസ് ആവാറുണ്ട്, ഫിലിം മേക്കേഴ്സ് ഇപ്പോൾ. കാരണം ഓഡിയൻസിൻ്റെ ഒരു ഫീഡ്ബാക്ക് പെട്ടെന്നാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു മേക്കർ അദ്ദേഹത്തിൻ്റെ ഫിലിം മുൻപിലോട്ട് വെക്കുമ്പോഴത്തേക്കും അതിന് 4 സൈഡിൽ നിന്നും അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കുമുള്ള ഒരു ഭയങ്കര ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം, അല്ലെങ്കിൽ അത് പോസിറ്റീവോ നെഗറ്റീവോ ആവട്ടെ, അത്രയും അഡ്വാൻസ്ഡായി നമ്മളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓഡിയൻസിനെ, ഈ മാറ്റത്തെ പൂർണിമ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ്? ഐ എം ഷുവർ വളരെ ചലഞ്ചിങ് ഫേസ് തന്നെയാണ് ഈ സിനിമയിൽ. ക്രിയേറ്റീവ് ഫീൽഡിൽ നിന്ന് പ്രവർത്തിക്കുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാം ക്യാൻസൽ ചെയ്ത് ഒരു ക്യാൻസലിങ് കൾച്ചറും ഇവിടെ വളരെയധികം ഉണ്ടല്ലോ. പിന്നെ ഈ ഒരു സാഹചര്യത്തിൽ, ഈ സർക്കംസ്റ്റൻസസിലാണ് ശരിക്കും നമുക്ക് കുറച്ചുകൂടെ എഫേർട്ട് എടുത്ത് ത്രൈവ് ചെയ്യാൻ ശ്രമിക്കാൻ പറ്റുക. കാരണം നമുക്ക് നല്ല മൈൻഡ് സെറ്റോടു കൂടിയാണ് നമ്മളിരിക്കുന്നത്, കോൺഫിഡൻറ്റ് മൈൻഡ് സെറ്റോടു കൂടിയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. കാരണം നമുക്ക് നമ്മളുടെ ക്രാഫ്റ്റിൽ കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങളത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ വാട്ട് എവർ ഇസ് ഔട്ട്കം ഔട്ട് ഓഫ് ഇറ്റ്, അത് ഇറ്റ് ഇസ് നോട്ട് ഇൻ യുവർ ഹാൻഡ് അല്ലേ. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ അത് പറയാൻ ശ്രമിച്ചു. ഒരാളുടെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഔട്ട്കമ്മിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ബിക്കോസ് ഔട്ട്കം എന്തായാലും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. സോ വാട്ട് എവർ ദി ഔട്ട്കം ഇസ്, വാട്ട് എവർ ദി ഫീഡ്ബാക്ക് ഇസ്, ആ ഫീഡ്ബാക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് എടുക്കുക. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ ആ ലൈൻ വരയ്ക്കുന്നത് ആരാണ്? ഇങ്ങനെയുള്ള കുറേ ഗ്രേ ഏരിയാസ് ഉണ്ട്, കുറേ ചോദ്യങ്ങളുണ്ട്. പക്ഷേ ഇത്
ഐ തിങ്ക് ഒരു സമൂഹം എന്ന രീതിയിൽ ഒരുപോലെ ഈ വിഷയത്തെ കണ്ടാൽ മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഹെൽത്തി എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുവരെ അവനവൻ്റെ മെൻറ്റൽ സാനിറ്റി കീപ്പ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കുക എന്നത് മാത്രമേ നമുക്ക് പറ്റുന്ന ഒരു കാര്യമുള്ളൂ. സോ ഐ തിങ്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ. ആക്ച്വലി നമുക്കറിയാം ക്രിറ്റിസിസം വളരെയധികമുണ്ട്. റിവ്യൂവിൻ്റെ പേരിലാണെങ്കിലും സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന പകരം ഡൈസെക്റ്റ് ചെയ്യുക ക്രാഫ്റ്റിനെ. ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള ജഡ്ജ്മെൻറ്റലിലുള്ള അഭിപ്രായങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. പക്ഷെ അതിൻ്റെ നെറേറ്റീവ് ചൂസ് ചെയ്യുന്ന ഭാഷ, ടോണ്, പറയുന്ന രീതി എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ചിലപ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ. ഇതെല്ലാം ഗുഡ് ആൻഡ് ബാഡ്സ് എല്ലാത്തിനും ഉണ്ടല്ലോ. ബട്ട് ഒരു പ്ലെയിൻ സ്ലേറ്റ് ആയിട്ട് എല്ലാത്തിനെയും നമ്മൾ കേൾക്കുകയും അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, നമ്മൾക്ക് ത്രൈവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ ഡിസ്ഹാർട്ടൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ താഴത്തോട്ട് വലിക്കുന്ന എല്ലാത്തിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് എഡിറ്റ് ചെയ്ത് കളയാൻ പറ്റാവുന്ന ഒരു സാനിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ ഐ തിങ്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. സോ അവിടെയാണ് എന്ത് ക്രിറ്റിസിസം വന്നാലും അത് കൺസ്ട്രക്റ്റീവായിട്ട് എടുക്കുന്നത് നമ്മളാണ്. നമ്മളതിനെ കൺസ്ട്രക്റ്റീവ് ആക്കി എടുക്കുന്നതാണ്. പോസിറ്റീവായിട്ട് വന്ന ഫീഡ്ബാക്ക് ആണെങ്കിലും അതിൽ അപ്രീഷിയേറ്റ് ചെയ്ത് അതിനകത്ത് തന്നെ കൂടുതൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു സപ്പോർട്ട്. സോ അതിനൊരു ഐ തിങ്ക് ഒരു ക്ലോസ് കമ്മ്യൂണിറ്റി നമുക്ക് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റിയാൽ നന്നാവും എന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് എഫേർട്ട്. തിരിച്ച് ഒരു കട്ടിൽ ഒരു മുറിയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഒരു ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഒരു സീൻ എന്തായിരുന്നു? അതിനകത്തൊരു സീനുണ്ട്. ഇവർ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഇവർ ഉള്ളിൽ നിന്നൊരു വല്ലാത്തൊരു ഏക്കം വരുന്നൊരു സീനുണ്ട് ഇമോഷണലി. അതാണ് അക്കമ്മയ്ക്ക് ആ സിനിമയിലുടനീളം അതുവരെ നമ്മൾ കണ്ടിരിക്കുന്ന അക്കമ്മ അല്ല അവർ എന്ന് തോന്നാൻ ആ ഒരൊറ്റ മൊമെൻറ്റ് മതി. അതെനിക്ക് വളരെ എങ്ങനെയായിരിക്കും അത് ഉണ്ടാവുക എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടേക്കൻ ഓക്കെ. ഭയങ്കര സന്തോഷം. അതാ എനിക്കിപ്പോഴും ഉണ്ടാക്കിയേക്കാൻ എല്ലാവരും ഭയങ്കര ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ട് നമുക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെ അത് നമ്മൾ ചെയ്ത് ശരിയാണോ ഇല്ലയോ എന്നൊരു തോട്ട് പ്രോസസ്സിലൂടെയാണല്ലോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ മൊമെൻറ്റിൽ പെട്ടെന്ന് ഡയറക്ടർ എഴുന്നേറ്റ് അടിപൊളി എന്ന് പറയുമ്പോൾ കിട്ടുന്ന പെട്ടെന്നൊരു സന്തോഷം കിട്ടുന്നില്ല. അപ്പോൾ അത് മേ ബി ആ ഒരു റെസ്പോൺസ് അപ്പോൾ കിട്ടിയത് കൊണ്ടാവും അതെൻ്റെ മനസ്സിലങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ ഈ നേരത്തെ പറഞ്ഞു, ഞാൻ ഇനി സ്ക്രീനിൽ പോയി കണ്ടാലാണ് എനിക്കറിയാം. ഈ ചില കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് ഒരു പക്ഷെ നമുക്ക് പ്രേക്ഷകനോട് അത് പ്രേക്ഷകന് ചിലപ്പോൾ അത് സ്ക്രീനിൽ കാണാൻ പറ്റില്ല. അത് ചെയ്യുന്ന ആള് അറിയുണ്ടാവില്ല. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ എൻ്റെ ഇമോഷണൽ ജേർണി എന്ന് പറയുന്നത് ഞാൻ അന്ന് ഇമോഷണലി വിചാരിച്ചിരുന്ന കാര്യങ്ങൾ, എനിക്കുണ്ടായിട്ടുള്ള യാത്ര, ഇതെല്ലാം വെച്ച് ഞാൻ നോക്കുമ്പോഴാണ് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. കാണുന്ന പ്രേക്ഷകന് അതൊന്നും ചിലപ്പോൾ തോന്നുകയില്ലായ്മായിരിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അവിടെ അത് ഫെയിലായി എന്നുള്ളതല്ല എൻ്റെ അർത്ഥം. പക്ഷെ അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇത്തിരി എക്സ്ട്രാ എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നമുക്ക് കിട്ടൂ എന്ന് ആ ഒരു എക്നോളജ്മെൻറ്റ് നമുക്ക് അപ്രീസിയേഷനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഫെയിലായാൽ മേ ബി നെക്സ്റ്റ് ടൈം യു നോ ഹൗ ബെറ്റർ യു ഷുഡ് ഡു ഇറ്റ് ഓർ വാട്ട് ഇസ് ഇറ്റ് ദ ഡിഫറെൻറ്റ് യു ഷുഡ് ഡു എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ എക്സ്പീരിയൻസിലൂടെ മാത്രം കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഐ തിങ്ക് കാലക്രമേണ വന്നു ചേരുന്നതേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഫ്രഷറിൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് പേഴ്സണലി ഉള്ളത്. ഇത് കഴിഞ്ഞപ്പോൾ ആക്ടിങ്ങിനോടുള്ള ഒരു പെർസെപ്ഷൻ മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ആക്ടിങ് അല്ലെങ്കിൽ ആക്ടിങ് വർക്ക്ഷോപ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഐ മീൻ എന്നും എനിക്ക് ഇറ്റ് വാസ് മൈ സോൾ കോൾ. ഇറ്റ് വാസ് ഓൾവേസ് ബീൻ ലൈക്ക് ദാറ്റ്. നേരത്തെ ഞാൻ സിനിമയിൽ നിന്നും മാറി നിൽക്കുന്ന സമയത്തും പറഞ്ഞിരുന്നൊരു കാര്യമാണ്, ഇപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് അഭിനയം എന്ന് പറയുന്നത്. കാരണം ഞാനെന്ന വ്യക്തിയിൽ നിന്നും എത്ര മാറി നിൽക്കാൻ പറ്റുമോ, അത് ഒരു എസ്കേപ്പ് റൂട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ പറ്റില്ലല്ലോ. അതെ, ഇപ്പം ഞാൻ നിന്നപ്പോൾ ഇവിടെ അക്കമ്മയായിട്ട് പെരുമാറാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇല്ലേ, അപ്പോൾ അത് കംപ്ലീറ്റ്ലി നമ്മളല്ലാതെ മാറി നിന്ന് വേറൊരു കഥാപാത്രമാവുക, വേറൊരു ആളാവുക എന്ന് പറയുന്നത് എനിക്കെൻ്റെ റിയാലിറ്റിയിൽ നിന്നുമുള്ളൊരു എസ്കേപ്പ് റൂട്ടാണ്. അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു കാര്യം തന്നെയാണത്. അപ്പോൾ അത് ഐ തിങ്ക് കൂടുതൽ ചെയ്യുമ്പോൾ പിന്നെ ഇതെല്ലാം
ഈ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിത്യത്തൊഴിൽ അഭ്യാസം എന്ന് പറയുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ഫിനസ് കൂടുതൽ, പോളിഷ് കൂടുതൽ. മനസ്സിലുള്ള പ്രാർത്ഥന അങ്ങനെയാണ്, അത് കൂടുതലും ചെയ്യാൻ പറ്റട്ടെ, എന്നും ചെയ്യാൻ പറ്റട്ടെ, എന്നാൽ മാത്രമേ നമുക്ക് തന്നെ നമ്മുടെ തെറ്റുകൾ മനസ്സിലാക്കി അത് വർക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് പിന്നെയും ഇമ്മീഡിയറ്റ്ലി അത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് വേണം. അതെ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് തന്നെ ഒരു യാത്ര ഉണ്ടാവുള്ളൂ, നമുക്ക് തന്നെ നമ്മുടെ ജേർണി മനസ്സിലാവുള്ളൂ, ഹൗ ഫാർ വി ഹാവ് ട്രാവൽഡ് എന്നുള്ളത്. സോ ആ ഫ്രീക്വൻസി ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഒരു കട്ടിൽ ഒരു മുറിയിൽ അക്കമ്മ എങ്ങനെയാണ് പൂർണ്ണിമ എന്നൊരു ആക്ട്രസിൻ്റെ ഫ്യൂച്ചറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ ഈ ഒരു കട്ടിൽ ഒരു മുറി എന്ന കഥാപാത്രം ഒരു സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സംസാരിച്ച് പോയിരിക്കുന്ന 40കളിലുള്ള ഒരു സ്ത്രീയുടെ ജീവിതം, അവരുടെ കഥ നല്ല രസമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെയുള്ള കൂടുതൽ കഥകൾ, അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ത്രീകളുടെ കൂടുതൽ കഥകൾ പറയാൻ ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ അതുപോലെ കഥാപാത്രങ്ങളായി ചെയ്യാൻ എനിക്കും എന്നോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന മറ്റുള്ള ഫീമെയിൽ ആക്ടേഴ്സിനും ആ ഭാഗ്യം ഉണ്ടാവണം. അങ്ങനെ ഒരു സാഹചര്യമായി തീരണം മലയാള സിനിമ എന്ന ഒരു ആഗ്രഹമാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് മേ ദ ബെസ്റ്റ് വിൻ, മേ ദ ബെസ്റ്റ് ഗെറ്റ് ദ ബെസ്റ്റ് റോൾ. കാരണം നമ്മുടെ ഇവിടെ എല്ലാ തരം റോൾസ് ചെയ്യാനും ഐ എം ഷുവർ നമ്മുടെ ഇടയിൽ തന്നെ ഫീമെയിൽ ആക്ടേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ കൈനിറയെ കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അതിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടാൻ തക്കവണ്ണം സിനിമകളും ഇവിടെ ഉണ്ടാവണമല്ലോ. അപ്പോൾ അത് ഒരു മനസ്സിലാഗ്രഹമുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാലഘട്ടമായി മാറുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഓൺ ചെയ്യാൻ പറ്റുന്ന അവരുടെ സ്പേസ് ഉണ്ടാവും. അവിടെയും എനിക്കൊരു സ്പേസ് ഉണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ദാറ്റ് ഈസ് വാട്ട് ഐ എം ലുക്കിംഗ് ഫോർവേഡ്. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം ഒരു കട്ടിൽ ഒരു മുറിയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് സംസാരിക്കാൻ പറ്റിയതിൽ. വലിയ വിജയമാകട്ടെ സിനിമ. ഒപ്പം പൂർണ്ണിമ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരുപാട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അത് OTT പ്ലാറ്റ്ഫോമിലാണെങ്കിലും അല്ലാതെ സിൽവർ സ്ക്രീനിലാണെങ്കിലും ഒക്കെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.